എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര. ഇന്നും ഇന്നലെയുമായിട്ടാണ് തിരുവാതിര, ഈ പ്രാവശ്യത്തെ തിരുവാതിര നടന്നു വരുന്നത്. എന്താണ് ധനുമാസത്തിലെ തിരുവാതിര? തിരുവാതിര എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 2-3 കാര്യങ്ങളാണ് ഓർമ്മ വരിക. ഒന്ന്, അതൊരു നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജാതയായവരൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ തിരുവാതിര നക്ഷത്രം, രണ്ടാമത് തിരുവാതിര കളി, മൂന്നാമത്തത് തിരുവാതിര എന്ന് പറയുന്ന ഈ ആഘോഷം. ഈ മൂന്നെണ്ണമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് എന്താണിത്? ഇത് പരമശിവന്റെ പിറന്നാൾ ആണെന്നാണ് വിശ്വാസം. ഈ ദിവസം പാർവതി ദേവി പരമശിവന് വേണ്ടിയിട്ട് ധാരാളം വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും പൂജകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തെ വരനായി ലഭിച്ചത്. അതിനു വേണ്ടിയിട്ട് ആ ഓർമ്മ വളരെയധികം കാത്തിരിപ്പിന് ശേഷമാണ് അങ്ങനെ ലഭിച്ചത്. അപ്പോൾ ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ആ ഓർമ്മ നമ്മളെല്ലാം പിന്തുടരുകയാണ്. ഈ ധനുമാസത്തിലെ തിരുവാതിര ഭഗവാന്റെ തിരുനാളിൽ നമ്മളെല്ലാവരും ചേർന്ന്, അതായത് സ്ത്രീകളെല്ലാവരും ചേർന്നിട്ട് ആടുകയും പാടുകയും ഒക്കെ ചെയ്ത് ഉറക്കമൊഴിക്കുന്നു. അങ്ങനെ ഭാരതത്തിലെ സ്ത്രീകളെല്ലാവരും സന്തുഷ്ട ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നു, ഈ വ്രതം നോക്കുന്നു. സ്ത്രീകള് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പ്രായക്കാരായിട്ടുള്ള സ്ത്രീകളും ഇത് ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ കൊച്ചുകാലത്ത് ഞാൻ കേട്ടിരിക്കുന്നത് ഇത് 3 ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഒന്ന് മകയിരം, തിരുവാതിര, പുണർതം, ഇങ്ങനെ 3 ദിവസങ്ങളാണ്. അപ്പൊ മകയിരം അമ്മമാരെല്ലാവരും മക്കൾക്ക് വേണ്ടിയിട്ട് വ്രതം നോക്കുന്നു. തിരുവാതിര വിവാഹം കഴിഞ്ഞ സ്ത്രീകളും കന്യകമാരും വ്രതം നോക്കുന്നു. പുണർതം സഹോദരന്മാർക്ക് വേണ്ടിയിട്ടും ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെ 3 ദിവസത്തെ വ്രതം, വലിയ വ്രതമൊന്നുമില്ല. സാധാരണ നമ്മുടെ ഇഷ്ട ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട്, അതായത് നമ്മുടെ അരിയാഹാരം, കേരളത്തിലെ സ്ത്രീകളാണെങ്കിൽ അരിയാഹാരം ഉപേക്ഷിച്ചുകൊണ്ട് ഗോതമ്പ് കഞ്ഞി, പുഴുക്ക്, അതുപോലെ എട്ടങ്ങാടി, കൂവ കുറുക്കിയത്, ഇങ്ങനെയുള്ള ആ സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. ഇനി വ്രതത്തിന്റെ ഭാഗമായിട്ടുള്ള രാത്രിയിലാണെങ്കിൽ ആതിര നിലാവത്ത്, ഞങ്ങൾ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു, ആതിര എന്തുകൊണ്ട് വന്നില്ല എന്ന്. അപ്പോൾ ആതിര മറനീക്കി വന്നിട്ടുണ്ട്. ആതിര നിലാവത്ത് എല്ലാവരും ചേർന്ന് തിരുവാതിര കളിക്കുകയും കുളത്തിലിറങ്ങി നീന്തി തുടിക്കുകയും, കുടിച്ചു കുടിക്കുക എന്നാണ് പറയുക, കുടിക്കുക, ഊഞ്ഞാലാടുക, പാതിരാപ്പൂ ചൂടുക, വേറെ എന്തൊക്കെയാ, ദശപുഷ്പം ചൂടുക, ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. എന്തായാലും ഇത് ഒരു കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും ദൃഢതയ്ക്കും ഐശ്വര്യത്തിനുമൊക്കെ വേണ്ടിയിട്ട് സ്ത്രീകൾ കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ്. സ്ത്രീകൾ കൊണ്ടാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സപ്പോർട്ട് പുരുഷന്മാരുടെ ഉണ്ട്. പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾ കൊണ്ടാടുന്ന ഉത്സവമാണ്. അപ്പോൾ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ നൽകുന്നു. ആനയെ കുറിച്ചുള്ളൊരു കവിതയാണ്. വെറുതെ സിമ്പിളാണ്. അമ്പലഗോപുരനടയിലൂടാനെ ഞാൻ കണ്ടേ, പണ്ടു മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, മുൻപിൽ തുമ്പു വളഞ്ഞു പുളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ കഴിവുണ്ടേ, വളഞ്ഞു വീണ്ടും വെളുത്തു കൂർത്തും വളഞ്ഞ കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ട്, വലിയൊരു വയറുണ്ടേ, കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ 4 കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും, വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിലിത്തിരി പാണ്ടുണ്ടേ, കാലിൽ തുടലു കിലുങ്ങുന്നുണ്ട്
എൻ്റെ വാലിളകുന്നുണ്ടേ. ആനക്കൊമ്പനെ ആകെ പാടാൻ കാണാനഴകുണ്ടേ. അടുത്തതായി ശ്രീമതി ബിന്ദു വേണുഗോപാൽ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതാണ്. ശ്രീമതി ബിന്ദുവിനെ ക്ഷണിക്കുന്നു. ഇന്നിവിടെ ഈ അവസരത്തിൽ അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി ലക്ഷ്മി പ്രിയ അവർക്ക് സ്വാഗതം. നമ്മുടെ അതിഥിയെ വിളക്ക് കൊളുത്താനും അതിനുശേഷം 2 വാക്ക് നമ്മളോട് സംസാരിക്കാനും ക്ഷണിക്കുന്നു. ഇത് ചെറുതാക്കിക്കുക കേട്ടോ. ഇതില്ലേ ചന്ദനത്തിരി എടുത്തിട്ട് ചെറുതാക്കിയാൽ മതി. കൺട്രിയിലേക്കുള്ള പ്രലോഭിപ്പിക്കുന്ന ക്ഷണം കിട്ടിയിട്ട് ഒരുപാട് നാളുകളായി. പലപ്പോഴും താത്താത്തേക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ടും വരണമെന്ന് ഞങ്ങൾ അല്ലാണ്ട് കുറച്ച് ഫ്രണ്ട്സും വിചാരിക്കും. പക്ഷേ അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, കേരളത്തിലെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് പിന്നെ കൂട്ടുകുടുംബങ്ങളിൽ നിന്നും അണുകുടുംബങ്ങളിലേക്ക് മാറി അതിലും ശോഷിച്ച് അതിനേക്കാൾ ചെറുതായിട്ട് എന്താ പിന്നെ പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. അതിലും ചെറുതായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഇത്തരം ആഘോഷങ്ങൾക്കൊക്കെ ഒരുപാട് പ്രസക്തിയുണ്ട്.
ഏതൊരു ആഘോഷവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും നമ്മുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഒരുപാട് പേര് പറയുന്നത് പോലെയല്ല, ശരിക്കും ഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് പ്രാതിനിധ്യമുള്ള, സ്ത്രീകൾക്ക് ഒരുപാട് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, സ്ത്രീകൾക്ക് ഒരുപാട് ആചരണങ്ങളുള്ള, സ്ത്രീകളുടെ മൂല്യങ്ങളെയും സ്ത്രീകളെ ഒരുപാട് പുരുഷനേക്കാൾ ഒരുപടി മുകളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സാംസ്കാരിക പൈതൃകത്തിനുടമകളാണ് നമ്മളെല്ലാവരും. അതിൽ തീർച്ചയായിട്ടും നമുക്ക് ഉമാ പരമേശ്വരൻ എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും പുരുഷൻ എങ്ങനെയാണോ പ്രാധാന്യമുള്ളത് അതുപോലെ തന്നെ ഈക്വലാണ്, ശിവശക്തിയാണ് അല്ലേ. അത് രണ്ടും ചേർന്ന് തന്നെയാണ് നമുക്ക്. അല്ലാണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്നത് പോലത്തെ ഒരു കാര്യങ്ങളും അതിലില്ല എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരം ആചരണങ്ങളുടെ പ്രസക്തിയും അവിടെയാണ്. ബിഹൈൻഡ് ദ സ്ക്രീൻ എന്ന് പറയുന്നത് എപ്പോഴും പുരുഷന്മാർ കൊണ്ടുപോവുകയും നമ്മൾ സ്ത്രീകളെ ഏറ്റവും മുന്നിലോട്ട് ഏറ്റവും ആദരിക്കപ്പെട്ട് നിർത്തുന്ന ഒരു ദിവസമാണിത്. അപ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ 2 തവണയാണ് ഞാൻ വളരെ ഗ്രാൻഡായിട്ട് തിരുവാതിര സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. തിരുവാതിരയ്ക്ക് പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. നേരത്തെ ശ്രീമതി സുജാത മാം പറഞ്ഞതുപോലെ തിരുവാതിര എന്ന് പറയുമ്പോൾ പിന്നെ ഭഗവാന്റെ നക്ഷത്രം എന്നുമുണ്ട്, തിരുവാതിര ഒരു നക്ഷത്രം എന്നുമുണ്ട്, ഭഗവാന്റെ ജന്മദിനം എന്നും ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു പ്രേമം എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടല്ലോ. അത് ആരാണ് ഉണർത്തുന്നത്? കാമദേവൻ അല്ലേ. അപ്പം കാമദേവന്റെ പുഷ്പശരങ്ങൾ കൊണ്ടാണ് നമുക്ക് ഏറ്റവും നല്ല ദാമ്പത്യവും മാതൃകാ ദമ്പതികളായിട്ട് നമ്മൾ ജീവിക്കുന്നതും. ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ആ പ്രണയം എന്നുള്ളൊരു ഭാവം നിലനിർത്താൻ കഴിഞ്ഞാലാണ് ലൈഫ് ലോങ് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ ഒരു പീസ്ഫുൾ മൈൻഡായിട്ടൊക്കെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അതൊരു പുരുഷനോടുള്ള പ്രണയം എന്ന് മാത്രമല്ല, പ്രകൃതിയോട് എല്ലാത്തിനോടും നമുക്ക് ആ പ്രണയം എന്തായാലും ഉണ്ടാവണം. അപ്പോൾ സതീദേവി മരിച്ചതിന് ശേഷം മഹാദേവൻ കടുത്ത വിഷാദത്തിലേക്ക് പോവുകയും കാമദേവൻ പാർവതിയായിട്ട് പുനർജനിച്ച് ഭഗവതി വന്നു കഴിയുമ്പോഴും ആ കാമവികാരം ഭഗവാനിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാമദേവനെ ഭഗവാൻ ചുട്ട് കളഞ്ഞു. അതായത് നമ്മൾ കേട്ടിട്ടില്ലേ പാട്ടില്, കാമനെ ചുട്ടോരു കണ്ണിൽ കനലല്ല കാമമാണിന്ന് ഞാൻ കാണുവതെന്ന്. ഒരു നമ്മൾ വളരെ പ്രശസ്തമായ ഒരു പാട്ടിലെ വരികളാണ്. അപ്പോൾ ആ കാമനെ ചുട്ട് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഭഗവാൻ ഒരു ബോധോദയം വരുന്നതും ഇത് സാക്ഷാൽ സതി തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ പാർവതിയെ വിവാഹം കഴിക്കുന്നതും. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ രതിദേവി വരികയാണ്. രതിദേവി വന്ന് പറയുകയാണ്, അമ്മേ പാർവതി, അമ്മയുടെ പ്രണയം സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് ഒരുപാട് ശ്രമിക്കുകയും അവിടുത്തെ പതി ശ്രീ മഹാദേവൻ എൻ്റെ ഭർത്താവിനെ ചുട്ടരിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അമ്മ പ്ലീസ്, അമ്മയുടെ പുറകെ നടക്കണം, പാർവതിയുടെ പുറകെ നടക്കണം, അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണം. അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവിനെ കിട്ടിയല്ലോ, അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിനെ ഒന്ന് തിരിച്ചു തരണം എന്ന് പറയുകയാണ്. അങ്ങനെ പാർവതി പോയിട്ട് ഭഗവാനെ അങ്ങനെയല്ല ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ്, നമ്മൾ അങ്ങനെയൊക്കെ വേണമല്ലോ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയാണ് അല്ലേ. അപ്പം ഭഗവാനെ ചെന്ന് സോപ്പടിച്ച് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്ത് ഭഗവാന് തന്നെ മനസ്സിലായി കാമനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായിട്ട് കാമദേവനെ പുനരുജ്ജീവിപ്പിച്ച ദിവസം എന്നുകൂടി തിരുവാതിരയ്ക്ക് പ്രാധാന്യമുണ്ട്. അടുത്തൊരു പ്രാധാന്യം എന്ന് പറയുന്നത് കാമൻ തിരിച്ചു വന്ന, കാമദേവന്റെ ജീവൻ തിരിച്ചു കിട്ടിയ ദിവസമാണ്. അപ്പോൾ രതി എന്ന് പറയുന്നത് പാർവതീദേവിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഫ്രണ്ടാണ്, കൂട്ടുകാരിയാണ്. അപ്പോൾ അവർ ആ സന്തോഷത്തിൽ എന്താ പറയുക, വെളുപ്പിനെ പോയിട്ട് 3 ദിവസങ്ങളായിട്ട് വെളുപ്പിനെ പോയി തുടിച്ച് കുളിച്ച് എന്താ പറയുക പാതിരാപ്പൂ ചൂടി. പാതിരാപ്പൂ എന്ന് പറയുന്നത് കിണറിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കിണറ്റിൽ നിന്ന് കിട്ടുന്ന പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു പൂവിന് പോലും നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സ്ത്രീകളെ എട്ടങ്ങാടിയൊക്കെ കഴിച്ച് വളരെ എന്താ പറയുക വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തിരുവാതിര ആചരിച്ചു എന്നാണ് വിശ്വാസം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പറയാനുണ്ടെങ്കിൽ അത് കല്യാണം കഴിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ പൂത്തിരുവാതിര ആഘോഷിക്കുക എന്നാണ് പറയുക. പുതിയ തിരുവാതിരയ്ക്ക് പൂത്തിരുവാതിര. അപ്പോൾ സന്താന സൗഭാഗ്യമില്ലാത്ത, നമ്മളിപ്പം ഭർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നു, ഭർത്താവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നോക്കുന്നു, ഭർത്താവിനെ കിട്ടാൻ വേണ്ടി നോക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ പൂത്തിരുവാതിര ആഘോഷിക്കുന്നു. അതിനുശേഷം നമുക്ക് സന്താന സൗഭാഗ്യമില്ല എന്നുണ്ടെങ്കിൽ തിരുവാതിരയിലുള്ള അതിമനോഹരമായ പാട്ടുകളുണ്ട്. അപ്പോൾ തിരുവാതിര ഈ 3 ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല സന്താനങ്ങളെ നമുക്ക് ലഭിക്കും. അപ്പോൾ 10 വർഷത്തിന് മുമ്പാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് വളരെ നാളുകൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് കുട്ടിയുണ്ടായത്. എനിക്ക് പ്രത്യക്ഷ അനുഭവമാണ് തിരുവാതിര ആഘോഷം എന്ന് പറയുന്നത്. എനിക്ക് പ്രത്യക്ഷ അനുഭവമാണ്.
അപ്പോൾ ആ 10 വർഷത്തിന് മുൻപ് ഞാൻ ഇതേപോലെ 3 ദിവസത്തെ ഒരു തിരുവാതിര തൃശ്ശൂര് വളരെ ഗംഭീരമായിട്ട് ആചരിക്കുകയും അപ്പോൾ അവിടുത്തെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേക പ്രാർത്ഥനകൾ പാടി ചുവട് വെക്കുകയും തിരുവാതിര ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം അതിശയം എന്ന് പറയട്ടെ, ഏതാനും മാസങ്ങൾക്കകം തന്നെ ഞാൻ മാധുവിനെ കൺസീവ് ആവുകയും എനിക്ക് നല്ലൊരു മകളെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവമാണ്. അപ്പം എനിക്ക് തോന്നി, ഇങ്ങനെ താത്താത്തെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്ക് പെണ്ണുങ്ങൾക്കെല്ലാം കൂടി നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്താൽ എന്താണ്. എനിക്കാണെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ഫ്ലാറ്റിൽ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എനിക്കില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും ആ വിവരം എത്തി. നിങ്ങളെല്ലാവരും അത് ഒരേ മനസ്സോട് കൂടിയിട്ട് അത് ഏറ്റെടുത്ത് ഇത്തരം ഒരു ഭംഗിയായിട്ട്, സദസ്സ് വലുതോ ചെറുതോ എന്നുള്ളതല്ല, അപ്പം ഇത്രയും പേര് ഇതിനകത്ത് വന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ആവണം, കൂട്ടായ്മയുടേതാണ് എപ്പോഴും കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഘോഷത്തിൽ എൻ്റെ വാക്കുകൾക്ക് വില കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അതിലുള്ള എൻ്റെ ഒരു ഭയങ്കരമായ സന്തോഷം ഞാൻ താത്താത്തിയുടെ അടുത്ത് അറിയിക്കുകയാണ്. അതുപോലെ എനിക്ക് ഇവിടെ വരാനും ഇതിൽ പങ്കുചേരാനും വിളക്ക് കൊളുത്താനും എനിക്ക് വണ്ടിയൊന്നും ഇന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വരാൻ ഒരുപാട് വൈകും. ഈ വൈകിയ വേളയിലും നിങ്ങൾ എന്നെ കാത്തിരുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എന്താണെങ്കിലും എല്ലാവർക്കും നല്ലൊരു അടുത്ത വർഷം വരെയുള്ള തിരുവാതിര കാലത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഭഗവാൻ ശ്രീ പരമേശ്വരനും ഉമാദേവി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വർഷം ഇപ്പം ഞാൻ പറഞ്ഞതുപോലത്തെ ഇപ്പോൾ ആദ്യമായിട്ട് തിരുവാതിര ആചരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ അടുത്ത വർഷത്തെ ഗുണം പറയാനായിട്ട് ഉണ്ടാവട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.